വൈവിധ്യമാർന്ന സൃഷ്ടിപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ നാഥ, കൂട്ടുകാരും കൂടപ്പിറപ്പുകളുമെല്ലാം ഓടിച്ചാടി നടക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് ഈ ഞങ്ങളുടെ ജീവിതം ഈ 4 ചുമരുകൾക്കുള്ളിലായി നീ ഒതുക്കിയത്? ഇതിനെ ക്രൂരതയെന്ന് ഞങ്ങൾ വിളിക്കില്ല, കാരണം നീ ക്രൂരനല്ല. പിന്നെയോ കാരുണ്യവാനും കരുണാമയനുമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ നിന്റെ ക്ലാസ് റൂമിലെ ചില ഉപകരണങ്ങളാണ്. ഞങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് നീ എന്തെല്ലാമോ ഒക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നിന്റെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളുവാൻ ഇവർ തയ്യാറാവുന്നില്ലല്ലോ. ഉറക്കിലും ഉണർച്ചയിലും ഏറ്റവും അടുക്കലുള്ള കിടക്കയോടും അടുത്തിരിക്കുന്ന ഉപകരണങ്ങളോടും നീറിപ്പുകയുന്ന തന്റെ മനസ്സിന്റെ ഇത്തരം ഗദ്ഗതങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ചുറ്റും അധിവസിക്കുന്ന ഇത്തരം ജന്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ മറ്റോ ആണ് ഈ ഗതി വരുന്നതെങ്കിൽ അത് നമ്മെ എത്രത്തോളം ദുഃഖിപ്പിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വന്തം മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ ആരോരുമല്ലാത്ത ഈ ഹതഭാഗ്യരെ സ്വന്തത്തോടൊപ്പം കൂട്ടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ഈ ദുരിത കയങ്ങളൊന്നും തന്നെ ഇവർക്കു മാത്രമായി സംവരണം ചെയ്യപ്പെട്ടതല്ല എന്ന ഉത്തമ ബോധ്യമാണ്. ആകസ്മികമായി വന്നുചേരുന്ന ഒരു രോഗമോ അപകടമോ മതി ഇതിനേക്കാളും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ആരും എത്തിച്ചേരുവാൻ. കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മാനവികതയിലൂന്നിയ മഹിതമായ ഇത്തരം സന്ദേശങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരു കൂട്ടം നിർമ്മല ഹൃദയങ്ങൾക്ക് കാലം കാതോർത്ത് കഴിയുകയായിരുന്നു. കാലം ആ സംഘത്തിനെ ആശ്രയതീരം എന്നാണ് വിളിച്ചത്. വർഷങ്ങളോളം ചില മനസ്സുകളിലായി മാറിമറിഞ്ഞുകൊണ്ടിരുന്ന ഈ ജീവകാരുണ്യ സങ്കല്പം പ്രായോഗികവൽക്കരിക്കണം എന്ന അഭിപ്രായം ശക്തമായി. 2015 ജൂലൈ മാസം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും പരിസരത്തുമുള്ള നീറുന്ന മനസ്സുകൾക്ക് സാന്ത്വനത്തിന്റെ തലോടലുമായി കടന്നുചെന്ന ആശ്രയതീരത്തിന്റെ വോളണ്ടിയർമാർക്ക് തുടർന്നുള്ള നാളുകളിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം കേസുകളായിരുന്നു അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോഴൊക്കെയും വിഭവക്കമ്മിയും മതിയായ സൗകര്യങ്ങളുടെ അഭാവത്തെയും കുറിച്ച് പറയാൻ ആഗ്രഹിച്ചെങ്കിലും പറഞ്ഞാൽ ഉൾക്കൊള്ളാവുന്ന മനസ്സുകളായിരുന്നില്ല മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാടകയ്ക്കാണെങ്കിലും ഒരു കെട്ടിടം തരപ്പെടുത്തി ലഭ്യമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കാം എന്ന് തീരുമാനിക്കേണ്ടി വരികയായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷം പിന്നിടുന്ന ആശ്രയതീരത്തിന് ത്യാഗത്തിന്റെ നീണ്ട ഒരു ചരിത്രം തന്നെ പറയാനുണ്ടെങ്കിലും ചുരുങ്ങിയ ഈ കാലയളവിനുള്ളിൽ തന്നെ നൂറുകണക്കിന് നിരാലംബരുടെ കണ്ണീരൊപ്പുവാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണുള്ളത്. ഇത്തരുണത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പ്രവാചകന്മാരും മഹത്തുക്കളും ദിനചര്യയാക്കി മാറ്റിയിരുന്ന ഈ പുണ്യകർമ്മത്തിന് ശക്തി പകർന്നുകൊണ്ട് ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി തങ്ങളാൽ കഴിയുന്ന അങ്ങേയറ്റത്തെ സഹായ സഹകരണങ്ങളുമായി ആശ്രയതീരത്തോടൊപ്പം ചേർന്ന നാട്ടിൽ തന്നെയുള്ളവരും പ്രവാസികളുമായ സുമനസ്സുകൾക്ക് വേണ്ടിയാണ്. കാരുണ്യവാനായ നാഥ, ജീവിതത്തിന്റെ ശോഭനമായ ഭാവി സ്വപ്നം കണ്ടുകൊണ്ടുള്ള അധ്വാന ഫലത്തിന്റെ ഒരു വിഹിതം ആശ്രയതീരത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞേൽപ്പിക്കുന്ന ഓരോരുത്തരെയും നീ ഏറ്റവും നന്നായി അറിയും. അവർ ആഗ്രഹിക്കുന്നതെന്താണോ അത് നീ സഫലീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ആമീൻ. കാരുണ്യവാനായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹാശിസ്സുകൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള ആശ്രയതീരത്തിന്റെ സഞ്ചാരപാതയിൽ ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെയും നൽകിക്കൊണ്ട് ഇതുവരെയും കൂട്ടത്തിലുണ്ടായിരുന്ന നിങ്ങളോട് ഇതു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരാനേ സാധ്യതയുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടെ പറയട്ടെ. ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, മെനിഞ്ചൈറ്റിസ് തുടങ്ങി ഈ കാണുന്ന പാവം സഹോദരങ്ങളെ പരിചരിക്കുന്നതിൽ നിലവിൽ ഞങ്ങൾ നിസ്സഹായരായിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നിന്റെയും പേരിലല്ല. ഈ കാണുന്ന പാവങ്ങളെ പരിചരിക്കുവാൻ സാധാരണ സൗകര്യം മതിയാവുകയില്ല എന്ന കാര്യം താങ്കൾക്കും മനസ്സിലാകുമല്ലോ. ഇത്തരക്കാരെ പരിചരിക്കാൻ ആവശ്യമായ അത്യന്താധുനിക സംവിധാനങ്ങൾ, പഠനോപകരണങ്ങൾ, ആഹാരാദി കാര്യങ്ങൾ, അവ സ്ഥാപിച്ചു പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിടങ്ങൾ, അങ്ങനെ പലതും. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആശ്രയതീരത്തിന് ഇതൊക്കെ ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും മാത്രമേ നിലവിൽ കഴിയുകയുള്ളൂ. അനുഗ്രഹദാതാവായ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ കഴിവുകളിലൂടെയോ പാരമ്പര്യമായോ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്ന ഭൗതിക വിഭവങ്ങളിൽ നിന്നും നിങ്ങൾ കനിഞ്ഞാൽ നിരാലംബരും അശരണരുമായ ഈ ഹതഭാഗ്യരുടെ പുനരധിവാസത്തിനും പരിചരണത്തിനും ആവശ്യമായ ഈ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സാധിച്ചെടുക്കുക എന്നത് പ്രയാസമാവുകയില്ല. സഹോദര, ഒന്നു മനസ്സുവെച്ചാൽ ഈ പുണ്യകർമ്മത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി 1 സെന്റ് ഭൂമിയെങ്കിലും വാങ്ങിത്തരുവാൻ താങ്കൾക്കും കഴിയില്ലേ? വ്യക്തി താൽപര്യങ്ങൾക്കും മറ്റുമായി പലവിധ പദ്ധതികളുമായി താങ്കളെ സമീപിച്ചിട്ടുള്ളവരെ പോലെ ആയിരിക്കുമോ ഇവരും എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ താങ്കളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയില്ല. കാരണം അനുഭവങ്ങൾ നിരവധിയുണ്ടാകും. എന്നാൽ അറിയുക, ആശ്രയതീരം അപ്രകാരമൊന്നല്ല. സ്ഥാപകരുടെ പിൻഗാമികൾക്കും മറ്റും അവകാശം വരുന്ന തരത്തിലാണ് പല സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതെങ്കിൽ പരലോകമോക്ഷമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത തരത്തിലും നോമിനിമാരോ പിൻഗാമികളോ അവകാശം പറയാൻ ഉണ്ടാകാത്ത തരത്തിലും
ലോകാവസാനം വരെയും സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു നയാകാശ് പോലും വിനിയോഗിക്കാൻ ഒരാൾക്കും കഴിയാത്ത തരത്തിലുമാണ് ആശ്രയതീരത്തിന്റെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൽ ഇന്നേ വരെയും ഒരു നയാകാശിന്റെ പേരിൽ പോലും ഒരാൾക്കും ഒരാരോപണം ഉന്നയിക്കാനുള്ള ഇടം കൊടുക്കാത്ത തരത്തിൽ ഈ എളിയവനെ സൂക്ഷ്മതയോടെ നടത്തിച്ച പടച്ച തമ്പുരാനെ നിന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഉറപ്പുകൊടുക്കുകയാ. ആശ്രയതീരമെന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഈ എളിയവന്റെ ചുമലിലായിരിക്കുവോളം കാലം ഇവർ ആശ്രയതീരത്തെ ഏൽപ്പിക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും ആശ്രയതീരത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ഉപയോഗിക്കാനുള്ള ഇടവരുത്തരുതേ പടച്ചവനെ. ഈ ദൃഢനിശ്ചയത്തെയും അചഞ്ചലതയെയും എന്നും നിലനിർത്തി തരയണമേ. ആമീൻ. ഞങ്ങളോട് സഹകരിക്കാം. ആശ്രയതീരം സന്ദർശിച്ച് ശുശ്രൂഷകളിൽ പങ്കാളികളായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ആത്മാർത്ഥ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളെ സഹായിക്കാം. സക്കാത്ത് സ്വതക്കകളിലൂടെ, മാസവരികളിലൂടെ, മറ്റ് സാമ്പത്തിക സഹായങ്ങളിലൂടെ, സ്പോൺസർഷിപ്പിലൂടെ, മാസത്തിൽ ഒരു ദിവസത്തെ ആഹാര ചെലവ് നൽകുന്നതിലൂടെ. മറന്നുപോകരുത്, ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അർഹരായ ഒരു വിഭാഗം ഇവിടെയുണ്ട്. വിശദ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും മറ്റന്വേഷണങ്ങൾക്കും ഈ കാണുന്ന നമ്പറുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. ബാങ്ക് മുഖേനയുള്ള സഹായങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് കുരുന്നുകൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ആശ്രയതീരം കുടുംബാംഗങ്ങളോടൊപ്പമുള്ള പ്രത്യേക പ്രാർത്ഥനാ സദസ്സ് എല്ലാ മാസവും ആദ്യത്തെ ഞായർ വൈകുന്നേരം 5 മണിക്ക് ആശ്രയതീരം അങ്കണത്തിൽ. വരുക ഈ ദൈവിക ഗേഹത്തിലേക്ക്, കാണുക, പങ്കാളികളാവുക. ആശ്രയതീരം സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ദിശാബോധം നൽകും. തീർച്ച. ജീവകാരുണ്യത്തിന്റെ തൂവൽ സ്പർശം. ആലംബഹീനരുടെ അഭയകേന്ദ്രം. ആശ്രയതീരം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, വെഞ്ഞാറമൂട്, തിരുവനന്തപുരം, കേരള. ആശ്രയതീരം എന്ന ഈ ജീവകാരുണ്യ സംരംഭത്തിന്റെ പിന്നിട്ട വഴിത്താരകളിൽ തങ്ങളാൽ കഴിയുന്ന സർവ്വസഹായങ്ങളുമായി ഇതേവരെയും തങ്ങളോടൊപ്പം കൂടിയ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും സദാ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്കളുടെ സഹോദരൻ അമാനി തോന്നയ്ക്കൽ. ആശ്രയതീരം.